അവൻ മാറണമെങ്കിൽ അത് നിന്നിലൂടെ കഴിയും മീര. ഗായത്രിയുടെ സ്ഥാനത്ത് അവൻ്റെ ഹൃദയത്തിൽ നീ വന്നേ മതിയാകൂ, അല്ലെങ്കിലും ദേവിൻ്റെ ജീവിതങ്ങൾ നശിപ്പിക്കും. മീര ഒന്നും മിണ്ടിയില്ല. ഇന്നലെ അവളുടെ കണ്ണുകൾ കണ്ണുനീർ വാർത്തുകൊണ്ടിരുന്നു. മീര, ഞാനിപ്പോൾ വെറും വിഡ്ഢിയായിരുന്നില്ല ചേച്ചി. നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഇങ്ങനെ പറയണ ചേച്ചി. ചേച്ചി എന്ന് പറഞ്ഞതാ ഞാൻ എൻ്റെ ചങ്ക് പറിച്ച സ്നേഹിച്ചത്. എന്നെ ഒരിക്കൽ പോലും ഉൾക്കൊള്ളാനാവില്ലെങ്കിൽ ദേവിട്ടിൻ്റെ മനസ്സിലിപ്പോഴും അവരുണ്ടെന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ വഴിമാറി പോകില്ലായിരുന്നു. എന്നാൽ എന്നോടൊന്നും പറയാതെ അകറ്റിയപ്പോൾ ഞാൻ കരുതി വിവാഹം വേണ്ടെന്ന് ചിന്തിച്ച് നിൽക്കുന്നത് കൊണ്ട് പറയുന്നെന്ന് കരുതി. അതുകൊണ്ട് തന്നെ ഇഷ്ടം കൂടുതൽ ആയത്തിൽ വളർത്തിയെടുത്തപ്പോൾ ഇവര് ദേവേട്ടൻ്റെ താലിക്ക് അവകാശിയായിരിക്കുന്നു. എന്നാൽ ഈ താലിയുടെ അവകാശിയുടെ മനസ്സിൽ ഞാനല്ല മറ്റേ പെണ്ണാണെന്ന് അറിയുമ്പോൾ എനിക്ക് എന്നോടൊന്ന് വെറുപ്പ് തോന്നുക. മീര, എന്തോടെ ഇങ്ങനെ? അങ്ങൊന്നും ചിന്തിക്കില്ല നീ. പിന്നെ എങ്ങനെ ഞാൻ ചിന്തിക്കാം ചേച്ചി? ഇന്ന് ഗായത്രി എന്നൊരു ആളെപ്പറ്റി അറിയും മുമ്പ് വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ദേവേട്ടനെ എന്തെങ്കിലും മനസ്സിലാക്കും, കൂടെ കൂട്ടുമെന്ന്. എന്നാൽ അതറിഞ്ഞ ശേഷം ആ പ്രതീക്ഷ പോലും നഷ്ടമായി. നീ വിചാരിച്ച ദേവൻ ഇതിൽ നിന്നും മാറ്റിയെടുക്കാനാവും? ഇല്ല ചേച്ചി, അങ്ങനെ ദേവേട്ടൻ മാറുമായിരുന്നെങ്കിൽ ആദ്യം മനസ്സിലാക്കി എന്നെയായിരുന്നു. ഇന്നലെ അതുണ്ടായോ? ഇതുവരെ ഇല്ല. ഒന്നല്ല, മൂന്ന് വർഷമായിട്ട് എൻ്റെ നെഞ്ചിലുണ്ട്. ഇപ്പോൾ ദേവേട്ടൻ ഗായത്രി എന്നല്ല, ആരെ സ്നേഹിച്ചാലും കൊന്നാൽ പോലും എൻ്റെ ഉള്ളിൽ ആ സ്നേഹത്തിന് ഒരു കോട്ടവും വരില്ല. എന്നാൽ ദേവേട്ടൻ്റെ ജന്മം എന്നെയും എൻ്റെ സ്നേഹത്തെയും മനസ്സിലാക്കാനോ കാണാനോ പോകുന്നില്ല. എന്തായാലും ഇനി ആ സ്നേഹത്തിന് വേണ്ടി ദേവേട്ടന് മുന്നിൽ യാചിക്കില്ല. എൻ്റെ സ്നേഹം എൻ്റെ മനസ്സിൽ ഒതുക്കി ജീവിക്കും. ഞാൻ എന്ത് പറയാൻ നിന്നെ സമാധാനിപ്പിക്കാം? എനിക്കെന്നെ അറിയില്ലല്ലോ. സാരല്ല ചേച്ചി, ഞാൻ വരുത്തി വെച്ചതെല്ലാം ദേവേട്ടൻ എന്നെ പറഞ്ഞല്ലേ എന്നെ ഇഷ്ടമല്ലെന്ന്. എന്നിട്ട് ആൾക്ക് പിന്നാലെ വന്നത് ഞാനല്ലേ? അപ്പോൾ ഞാൻ തന്നെ അനുഭവിച്ച് മതിയാവും. നിന്നോട് ഗായത്രിയെ പറ്റി ആരാ പറഞ്ഞു? ജിതിനോ? ജിതിനെ നേരത്തെ പരിചയമുണ്ടോ? ദേവേട്ടൻ ഞാൻ സ്നേഹിക്കുന്ന ടൈം മുതലോ അതിനുശേഷം അറിയില്ല. അയാൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു വന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവേട്ടനുള്ള ഇഷ്ടം കൊണ്ട് അയാളുടെ സ്നേഹം ഞാൻ തള്ളിക്കളഞ്ഞതാണ് പലവട്ടം. എന്നാൽ ദേവേട്ടൻ്റെ ഭാര്യയാണ് ഞാൻ അറിഞ്ഞിട്ടും വീണ്ടും അതേ ഇഷ്ടം പറഞ്ഞു വന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഗായത്രിയുടെ കാര്യം അയാൾ പറഞ്ഞത്. ഇവിടെ വരുന്നത് വരെ എന്നെയും ദേവേട്ടനും തെറ്റിക്കാൻ അയാൾ പറഞ്ഞൊരു കള്ളം മാത്രമായിരിക്കണേ എന്നാണ് കരുതിയത്. എന്നാൽ അവിടെ തെറ്റി, അത് സത്യമായിരുന്നു. അവനെന്തിനാ വീണ്ടും നിന്റെ പിന്നാലെ വരുന്നത്? ജിതിനോട് ദേഷ്യം തോന്നി. അയാൾക്കറിയാം ദേവേട്ടൻ എന്നെ സ്നേഹിക്കുന്നില്ല, ഗായത്രിയാണ് സ്നേഹിക്കുന്നതെന്ന്. അവനിങ്ങനെ ഇതൊക്കെ അറിഞ്ഞു. ദേവേട്ടൻ തന്നെ പറഞ്ഞതാവും, അല്ലാതെ അറിയില്ലല്ലോ. ചേച്ചി, അനീഷിട്ടം വരുമ്പോൾ പറയണം എൻ്റെ പിന്നാലെ ഇനിയും വന്ന് ശല്യം ചെയ്തതെന്ന്. ജിതിൻ അവളോട് പറയാൻ എനിക്ക് വേറെ ആരുമില്ല. ഇതൊക്കെ പോയി പറയാനും സഹായം ചോദിക്കാനും. ഞങ്ങളിലെ മീന നിനക്ക് എപ്പോഴും ഉണ്ടാവണമെന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങളും ഞാനൊരു ശല്യമായി തോന്നി തുടങ്ങിയ മതി. നിർത്തിക്കേ ഈ സംസാരം, ഇവിടെ നിർത്തിക്കോണം. ഇല്ലെങ്കിൽ നല്ല തല്ല് തരും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. അതും പറഞ്ഞ് മീര അവളിലേക്ക് ചേർത്ത് പിടിച്ചു. മോൾ ഉറങ്ങിയ അഞ്ജു? അകത്തേക്ക് കയറിയതും തന്നെ മാളുടെ സൗണ്ട് കേൾക്കാതെ വന്നതും അനീഷ് ചോദിച്ചു. അവളിവിടെ ഇല്ല, മീരയ്ക്കൊപ്പം പോയി. മീര വന്നിരുന്നു. അവൾ പോകാനിറങ്ങുമ്പോൾ പെണ്ണ് സ്കൂളിൽ നിന്ന് വന്നു. അവളെ കണ്ടതും പിന്നെ അവൾക്ക് പിന്നാലെ ഓടി. പോകുന്നെന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ ഒരേ കരച്ചില്. നാളെ സൺഡേ അവധിയല്ലേ, അതുകൊണ്ട് ഞാൻ മീരയുടെ കൂടെ പോകുന്നെന്ന് പറഞ്ഞായിരുന്നു കരച്ചില്. ആ പെണ്ണിനെ നമ്മുടെ പുന്നാരമോളെ ഏത് പരുവത്തിലാക്കും എന്തോ. മീരയെ വലിയ ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക്. അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ പിന്നെ അവിടെ അടുത്തുനിന്ന് മാറാൻ തന്നെ പാടാണ്. ഞാൻ ഒന്ന് കുളിച്ച് വരാം, നീ അപ്പോഴേക്കും കഴിക്കാനെടുത്ത് വെക്ക്. അനീഷ് കുളി കഴിഞ്ഞ് വരുമ്പോൾ മേശപ്പുറത്ത് അവന് കഴിക്കാനുള്ള ആഹാരം ഒരുക്കി വെച്ചിരുന്നു അഞ്ജു. നീ ഇരിക്കുന്നില്ലേ? അനീഷ് കഴിക്കാൻ തുടങ്ങുമ്പോൾ തനിക്ക് വിളമ്പി തന്നുകൊണ്ട് അടുത്തിരിക്കുന്നവളെ നോക്കി ചോദിച്ചു. ഞാൻ കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളാം ഏട്ടാ. അഞ്ജുവിൻ്റെ വെളിയിൽ അനീഷ് കഴിക്കുന്ന കൂട്ടത്തിൽ തലയോർത്തി നോക്കി. മീര അറിഞ്ഞു ഗായത്രിയെ പറ്റി. നിന്നോട് പറഞ്ഞല്ലേ അവളോട് പറയരുതെന്ന്? എന്നിട്ട് നീ തന്നെ പറഞ്ഞല്ല. ഞാൻ പറയും മുമ്പ് തന്നെ അവളെല്ലാം അറിഞ്ഞിരുന്നു. അത് സത്യമാണെന്ന് അറിയാനാണ് ഇവിടേക്ക് വന്നത്. നീ എന്തൊക്കെയാ അഞ്ജു പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനീഷ് അവളെ നോക്കി പറയുമ്പോൾ അഞ്ജു മീര വന്ന് പറഞ്ഞതും ഒപ്പം ജിതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ജിതിൻ ഇതെന്തിനുള്ള പുറപ്പാടാ? അവൻ എന്താ ബോധമില്ലേ? മറ്റൊരാളുടെ ഭാര്യ അവൾക്ക് പിന്നാലെ ചെല്ലുന്നേ. ദേവൻ അവനത് തന്നെയല്ലേ ചെയ്യുന്നത്? അതാവും അവനും അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ വിട്ടാ പറ്റില്ല.
ചോദിക്കുക തന്നെ വേണം. ദേഷ്യപ്പെടേണ്ട ഏട്ടന്. മെല്ലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നോക്ക്. എന്നിട്ടും അവൻ അവൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ പോരെ? നോക്കട്ടെ, ആദ്യം ഞാൻ അവനൊന്ന് കാണട്ടെ. വിമലയ്ക്ക് കാലുവേദന ആയതുകൊണ്ട് തന്നെ നേരത്തെ കിടന്നു. മാൾട്ടി മീരയുടെ മടിയിൽ കിടന്നു ഫോൺ നോക്കി കാട്ടും കണ്ട് എപ്പോഴും മഴങ്ങി. ആ സമയം മീരയുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. പെട്ടെന്നാണ് കോളിംഗ് ബെൽ കേട്ടത്. സമയം 12 കഴിഞ്ഞിരുന്നു. ഡോർ തുറക്കുമ്പോൾ മുന്നിൽ അല്പം മദ്യപിച്ച അവസ്ഥയിൽ നിൽക്കുന്ന ദേവൻ. ആ കോലത്തിൽ അവനെ കണ്ടതും വേദന തോന്നി അവൾക്ക്. അവളൊന്നും മിണ്ടാതെ പോകാനും ദേവൻ അവളുടെ കയ്യിൽ പിടിച്ചു ചുവരോട് ചേർത്ത് നിർത്തി. തൊട്ടടുത്ത് ദേവന്റെ സാമീപ്യം അവളെ വല്ലാതെ തളർത്തിക്കൊണ്ടിരുന്നു. ആ സമയം അവൽ നിന്നും വമിക്കുന്ന മദ്യത്തിന്റെ ഗന്ധം പോലും അവളെ അലട്ടിയില്ല. വിട്. കേട്ടില്ല. വിടാൻ കൈ വേദനിക്കുന്നു. വേദനിക്കാൻ തന്നെയാ പിടിച്ച്. നീ എന്താ കരുതി? മദ്യത്തിന്റെ പുറത്ത് എനിക്ക് നിന്നോട് വേറെ വല്ലതും തോന്നുന്നാണോ? അവൾ അവനെ നോക്കി. അവൾ തന്നോടുള്ള വെറുപ്പും ദേഷ്യവും ആ മുഖത്ത് മുന്നിട്ട് നിൽക്കുന്നത് അവൾ കണ്ടു. എത്ര മദ്യപിച്ചാലും ദേവന് നിന്നോട് അങ്ങനെ തോന്നില്ല ഒരിക്കലും. എന്താ സംശയമുണ്ടോ നിനക്ക്? ഒരു സംശയമില്ല. കാരണം കുടുംബ കുട്ടികൾ ആയുർത്തിയെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ സ്വന്തം ഭാര്യ അങ്ങ് അംഗീകരിക്കാനാണ്. അപ്പൊ പിന്നെ ഇങ്ങനെയൊന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. മീര ചൊടിയോടെ തന്നെ അവന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ദേവനിലാതെ അമ്പരപ്പായിരുന്നു. എങ്കിലും അടുത്ത നിമിഷം അത് മാറി വീണ്ടും പുച്ഛം നിറഞ്ഞു. നീ കൊള്ളാലോടി. പാവം പോലെ നിന്നവള് ഇന്ന് എനിക്ക് നേരെ ചീർന്ന കണ്ടില്ലേ? നീ മനസ്സിലാക്കിയത് എന്തെന്ന് എനിക്ക് മനസ്സിലായി. സത്യം തന്നെയാണ്. ദേവന്റെ മനസ്സിൽ ഒരു പെണ്ണിന് മരണം വരെ സ്ഥാനമുള്ളൂ. അതെന്റെ ഗായത്രി മാത്രാണ്. നാണില്ലല്ലോ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി മറ്റൊരുത്തെ സ്നേഹിക്കുന്നെന്ന് പറയാൻ. അതിന് നീ എന്റെ ഭാര്യയെന്ന് എനിക്ക് ഇവിടെ തോന്നണ്ടേ? കഴുത്തിലൊരു താലി കെട്ടി തന്നെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ ഭർത്താവില്ല. നിങ്ങൾക്ക് താലിയുടെ മഹാത്മ്യം എന്തെന്ന് അറിയില്ല. അതറിയാവുന്ന ആരും ഒരിക്കലും കെട്ടിയ പെണ്ണിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തില്ല. എനിക്കറിയില്ല. ഇനി അറിയുകയും വേണ്ട. ദേ, ഇത് നിന്റെ കഴുത്തിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ അറിയില്ല, എനിക്ക് എന്നോട് തന്നെ തോന്നുക വെറുപ്പ്. അതും പറഞ്ഞ് മീരയുടെ കഴുത്തിൽ കിടന്ന താലിൽ പിടുത്തമിട്ടു. മീര അവനൊന്ന് നോക്കി. നിനക്കിത് വേണ്ട. ഇതിവിടെ നിന്റെ കഴുത്തിലല്ല കിടക്കേണ്ടത്. പിന്നെ മറ്റൊരുത്തരുമ്പോൾ ജീവിക്കുന്ന നിങ്ങളുടെ ഗായത്രി അവളുടെ കഴുത്തിലാണ് കിടക്കേണ്ടത്. എനിക്ക് നേരെ ഒച്ചെടുക്കുന്ന ഒരു ചൂലേ. അത്രയും പറഞ്ഞ് മീരയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. ഞാൻ നിന്റെ കഴുത്തില് ഈ താലി കെട്ടുന്ന അധികാരത്തിലല്ലേ എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇത് നിന്റെ കഴുത്തിലില്ലെങ്കിൽ പിന്നെ നിനക്ക് എന്തേലും ചെയ്യാനാവുമോ? ഇല്ലല്ലോ. അടുത്ത നിമിഷം താലിയെ പിടിച്ചു വലിച്ച് പൊട്ടിക്കാൻ ദേവൻ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ മീര പിടിമുറക്കി. ദേവട്ട, വേണ്ട, താലി അതൊന്നും ചെയ്യരുത് പ്ലീസ്. കുറച്ചു മുമ്പ് വരെ നീ എനിക്ക് ബഹുമാനമല്ലല്ലോ തന്നിരുന്നത്. അതുകൊണ്ട് നിന്റെ കണ്ണിന് പ്രയോഗം കൊണ്ടുള്ള സംസാരം എന്നോട് വേണ്ട. അതിലലിയുന്ന ആളല്ല ഈ ദേവൻ. അത്രയും പറഞ്ഞ് താലി പിടിച്ച് വലിക്കാനും അവനെ ബലത്തോടെ തള്ളി മാറ്റാൻ നോക്കി. കഴിഞ്ഞില്ല. താലിയിലെ അവന്റെ പിടി ശക്തിയായി കണ്ടതും മീര അവളുടെ കരങ്ങൾ ഉയർത്തി ദേവന്റെ കവിളിൽ തല്ലി. ഒപ്പം പിന്നോട്ട് ആഞ്ഞു തള്ളി. പെട്ടെന്ന് അവളുടെ ആ പ്രവൃത്തിയിൽ ദേവൻ അവളുടെ ചുമരിൽ ഇടിച്ചു നിന്നു. ശരീരം നോവുന്ന രീതിയിൽ ഇടി കിട്ടിയതും തന്നെ അവന് ദേഷ്യം കൂടി. അവൾക്ക് നേരെ പാഞ്ഞു വന്നും കാരണം നോക്കി കൊടുത്തുകൊണ്ട് അവളുടെ കഴുത്തിൽ പിടിച്ച് ശക്തിയായി ഞെരിച്ചു. എത്ര ധൈര്യം ഉണ്ടായിട്ടാടി രാഷും മോളെ നീ എൻ്റെ ദേഹത്ത് കൈവച്ചത്? ആ നിമിഷം മീരയ്ക്ക് ശ്വാസം തന്നെ നിലക്കുന്ന പോലെ തോന്നി. അവൾ അവൻ്റെ കരങ്ങളിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഓളിലെന്തോ സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് വന്ന വിമല കാണുന്നത് ദേവന്റെ കരങ്ങളിൽ ശ്വാസം കിട്ടാതെ പിടയുന്ന മീരയായിരുന്നു. ദേവ! അവർ ദേഷ്യത്തിൽ തന്നെ വിളിച്ചു. എന്നാൽ അവൻ അവരെ നോക്കാതെ വീണ്ടും അവളിൽ പിടിമുറുക്കിക്കൊണ്ടിരുന്നു. ദേവ, വിടണം, മോള് വിടാൻ. ഇല്ല, ഇത് ഞാനിവളും തമ്മിലുള്ള പ്രശ്നമാണ്. അവിടേക്ക് അമ്മ വരേണ്ട കാര്യമില്ല. നിന്നോട് മോള് വിടാനാ പറഞ്ഞു. അമ്മയോടെ ഇല്ലെന്ന് പറഞ്ഞു. അടുത്ത നിമിഷം വിമല അവനെ കാരണം നോക്കി തല്ലി. ഈ സമയം മീരയിലെ പിടിവിട്ട് അവൻ തൻ്റെ അമ്മയെ നോക്കുമ്പോൾ നിലത്തേക്ക് ഊർന്നു വീണുകൊണ്ട് ശ്വാസം നേരെയാക്കുമായിരുന്നു മീര. ഇറങ്ങി പോടെന്റെ വീട്ടിൽ നിന്നും പോകാൻ. ഇത്ര അതമ്പതിച്ചൊരു മകനെ എനിക്ക് വേണ്ട. ഇറങ്ങി പോകാൻ. ദേവൻ മീരയെ പകയോടെ നോക്കിയ ശേഷം അവിടെ നിന്നും വേഗത്തിൽ പോകുമ്പോൾ ആ അമ്മ മനം വേദനയോടെ നേറി. അമ്മ, ദേവേട്ടൻ, അവൾ വിക്കി വിക്കി പറഞ്ഞുകൊണ്ട് കരഞ്ഞു. അവ ഇനി വേണ്ട ഇവിടെ. ഇങ്ങനെ പോയി നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. അമ്മ,
അവൾ അവരെ ദയനീയമായി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് കണ്ണുകൾ കൊണ്ട് നോട്ടമിട്ടു. അങ്ങോട്ടേക്ക് മെല്ലെ നടന്നു പോകാനും വിമലൻ വിളിച്ചു. എവിടെ പോകുക? ദേവേട്ടൻ അവന് മാറണം തോന്നുമ്പോൾ വന്നോളും, മുളുവ. അതും പറഞ്ഞ് അവർ അവളെ പിടിച്ചകത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോലും അവളുടെ കണ്ണുകൾ ദേവനെ തേടി പിന്നിലേക്ക് പോയിരുന്നു. ദേവൻ നേരെ വന്നത് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. അവിടുത്തെ താക്കോൽ ഒന്ന് അനീഷ് ദേവനെ ഏൽപ്പിച്ചിരുന്നു. കാരണം അനീഷ് ഇല്ലെങ്കിൽ പോലും ദേവൻ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ നോക്കിയിരുന്നു. ദേവൻ അവിടെ വന്ന് അവിടെ ഇട്ടിരുന്ന ഒരു ബെഞ്ചിൽ കിടന്നു. ആ സമയം മീരയ്ക്ക് വേണ്ടി തന്നെ തല്ലിയ അമ്മയെ ഓർമ്മ വന്നതും അവൻ അവളോടുള്ള ദേഷ്യം പകയായി മാറി. ഗായത്രിയുടെ ഫോൺ കോൾ ആ സമയം അവൻ്റെ ഫോണിൽ വന്നു. ഗായത്രി ഹസ്ബൻഡ് എന്തെങ്കിലും ജോലി ആവശ്യമായി മാറി നിൽക്കുന്ന രാത്രികളിൽ ഈ കോൾ പതിവാണ്. അതുകൊണ്ട് തന്നെ അവന് മനസ്സിലായി ഇന്നയാളില്ലാത്തത് കൊണ്ടാണ് തന്നെ വിളിക്കുന്നതെന്ന്. ആ നിമിഷം വരെ മീരയോർത്ത് വെറുപ്പ് നിറച്ചവൻ ഗായത്രിയുടെ ഓർമ്മയിൽ മുഖം പ്രസന്നമായി. ആ രാത്രി പുലരുവോളം അവൻ അവളോട് മാത്രമായി സല്ലപിക്കുമ്പോൾ വിമല ഉറങ്ങിയതും അവരുടെ ഫോണിൽ നിന്നും ദേവൻ്റെ ഫോണിലേക്ക് കോൾ വിളിച്ചു. എന്നാൽ അവൻ്റെ ഫോൺ ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ വീണ്ടും വീണ്ടും വിളിച്ചു. അപ്പോഴും അതേ അവസ്ഥ തന്നെ. അവൾക്ക് സഹിക്കാനായില്ല. ദേവൻ അവളെ ഉപദ്രവിച്ചതിനേക്കാൾ വേദന ആ നിമിഷം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തന്നെ കേൾക്കേണ്ടവൻ, തന്നോട് പ്രണയത്തോട് സംസാരിക്കേണ്ടവൻ ആ രാത്രി മറ്റൊരു പെണ്ണിനോട് സല്ലപിക്കുന്നതറിഞ്ഞ് അവളിൽ അത്രമാത്രം ആയത്തിൽ തന്നെ ഹൃദയവേദന തോന്നി. അല്ല, ഇതാരാ അനീഷോ? ഇതെന്താ നേരത്തെ പോണു നിങ്ങൾ? ഏയ് ഇല്ല, 9 മണിക്ക് പോയാൽ മതി. എനിക്ക് ജിതിനെ കണ്ട് സംസാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതാ രാവിലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത്. അനീഷ് എന്തായാലും വന്നത് നന്നായി. ഞാൻ അനീഷിനെ കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അനീഷ് എന്തെന്നുള്ള രീതിയിൽ അവരെ നോക്കി. അനീഷിനെ അറിയാലോ, എൻ്റെ വയ്യായിക. ഒന്നിനൊന്ന് പ്രായം കുറയുമല്ല, കൂടുവാണ്. ജിതിൻ്റെ ഇളയത് ജിഷ്ണു. അവന് കൂടെ പഠിച്ചൊരു കുട്ടിയുമായി അടുപ്പുണ്ട്. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ഇത് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ജിഷ്ണു പുറത്തു പോകാൻ നിൽക്കുക. അതിനു മുമ്പ് ആ ചടങ്ങ് നടത്തിയ അവൾക്ക് അവനൊപ്പം പോകാമല്ലോ എന്നാണ്. എന്നാൽ ചേട്ടൻ നിൽക്കേ അനീനെ കെട്ടിക്കൊന്നും നല്ലതല്ലല്ലോ. അവർ ഇന്നലെ കൂടെ വിളിച്ചു. ജിതിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഞങ്ങളായി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ 2 കല്യാണം ഒരുമിച്ച് നടത്തിക്കൂടെ എന്ന് പറഞ്ഞു. അനീഷിനെ അറിയാവുന്നല്ലേ, വടക്കത്തിൽ താമസിക്കുന്ന സതീഷിൻ്റെ ചേട്ടൻ്റെ ഭാര്യ സാവിത്രി ചേച്ചി. അവർ കുറച്ച് നാളെ ഒരു കല്യാണക്കാരൻ പറയൂ എന്നോട്. പെൺകുട്ടി അവരുടെ ബന്ധത്തിൽപ്പെട്ടതാണ്. കാണാൻ തരക്കേടില്ല, ജിതിന് ചേരും. ഞാൻ ഫോട്ടോ കണ്ടിരുന്നു. പക്ഷെ ചെക്കൻ കല്യാണത്തിന് പിടി തരാതെ ഇങ്ങനെ നടക്കുക. ഒരു കൊല്ലം മുമ്പ് വേറൊരു കല്യാണചില വന്നപ്പോൾ പറഞ്ഞത് ഒരു പെൺകുച്ചിന് ഇഷ്ടമാണെന്ന്. അമ്മ ഒന്ന് സമാധാനപ്പെട്, അവൾ തന്നെ മരുമകളായി കൊണ്ടുവരുന്നു. എന്നിട്ട് ഇന്ന് വരെ ആ കൊച്ചാരെന്നോ എവിടെ ഉള്ളതെന്ന് പോലും പറയുവോ കാണിച്ചു തരുവോ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ കല്യാണചില നോക്കാതിരിക്കാൻ വേണ്ടി അവൻ പറഞ്ഞാന്ന്. അതുകൊണ്ട് അനീഷ് ഒന്ന് സംസാരിക്കണം അവനോട്. ഇനി അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കൊണ്ടുവന്നാലും ഞാൻ ഇരു കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്യും. അല്ല, അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ആ കൊച്ചിനെങ്കിലും കെട്ടാൻ സമ്മതിക്കാൻ പറ അവനോട്. അമ്മ സമാധാനമായിരിക്കുക, ഞാൻ സംസാരിക്കാം അവനോട്. ഈ സമയം ജിതിൻ അങ്ങോട്ട് വന്നിരുന്നു. അല്ല അനീഷ് ഏട്ടനോ? ഏട്ടനെ പോന്നു? കുറച്ച് നേരമായി വന്നിട്ട്. നിങ്ങൾ സംസാരിച്ചിരിക്കേ, അമ്മ ചായ എടുക്കാം. വേണ്ടമ്മേ, എനിക്ക് ഇവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുക. ആ സമയം ആ അമ്മയിൽ നിറഞ്ഞുന്നത് തനിക്ക് വേണ്ടി ജിതിനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിക്കാൻ വേണ്ടി പറയാനാവും മാറി നിന്ന് സംസാരിക്കുന്നതെന്ന്. എന്നാൽ ജിതിനെ ഒരുവിധം അനീഷ് എന്താവും പറയാൻ വന്നതെന്ന് പിടികിട്ടിയത് കൊണ്ട് തന്നെ അവൻ ഭാവ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ അനീഷിനൊപ്പം ചെന്നു.